നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ പോയി ജോലി ചെയ്യുക, അവിടെ ഒരു കരിയർ സൃഷ്ടിക്കുക എന്നത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളുടെ സ്വപ്നമാണ്. യുഎസിലേക്ക് പോകാൻ H-1B വിസ നേടിയെടുക്കുക എന്നത് പലരുടെയും ക്ഷമ കെടുത്തുന്ന കാര്യമാണ്. പലരും നിരവധി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തും വിസ റിജക്ഷൻ ലഭിച്ചും വീണ്ടും അപേക്ഷിച്ചുമായിരിക്കും ഒരു വിസ നേടിയെടുക്കുന്നത്. US വിസ ലഭിക്കുന്നതിനായി നിരവധി കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണം. ചെറിയ തെറ്റിന് വരെ നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ടേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ പോസ്റ്റ് പോലും US എന്ന സ്വപ്നം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. അത് വിസ ഇന്റർവ്യൂവിന്റെ സമയത്തായാലും വിസ ലഭിച്ച് US-ൽ എത്തിയിട്ടായാലും. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീലുകളും യൂട്യൂബ് വീഡിയോകളും ഇപ്പോൾ US ഇമിഗ്രേഷൻ അധികൃതരുടെ കർശന നിരീക്ഷണത്തിലാണ്. കേവലം വിനോദത്തിനായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അൺഓതറൈസ്ഡ് വർക്കായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇതുവഴി പലരുടെയും വിസ നിഷേധിക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ച് പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകർ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പ്രമുഖ US ഇമിഗ്രേഷൻ ലോ ഫേമായ റെഡ്ഡി ആൻഡ് ന്യൂമാനിലെ അഭിഭാഷകരാണ് ഈ H-1B വിസ പരിശോധനയിൽ സോഷ്യൽ മീഡിയയുടെ പങ്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യൂട്യൂബിൽ അടുത്തിടെ നടന്ന ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് സെക്ഷനിൽ റെഡ്ഡി ആൻഡ് ന്യൂമാൻ PC-യിലെ അഭിഭാഷകരായ രാഹുൽ റെഡ്ഡിയും എമിലിയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ എങ്ങനെയൊക്കെ H-1B വിസയെ ബാധിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. US ഇമിഗ്രേഷൻ വിഭാഗമായ USCIS-ഉം വിവിധ US കോൺസുലേറ്റുകളും ഇപ്പോൾ വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനെ എക്സ്ട്രീം വെയിറ്റിംഗ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ മാത്രമല്ല, ഇന്റർനെറ്റിലെ നിങ്ങളുടെ പെരുമാറ്റവും അവർ നിരീക്ഷിക്കുന്നു. ട്രംപ് അധികാരമേറ്റപ്പോൾ മുതൽ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി US-ലേക്ക് കടക്കുന്ന വിദേശികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിരവധി വിസകളും അന്ന് റിജക്ട് ചെയ്തിരുന്നു എന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇതിന് ചില ഉദാഹരണവും അവർ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരാൾ തന്റെ ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരാളുടെ മുടി സ്റ്റൈല് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്നതോ ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യുന്നതോ ആയ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഇത് കേവലം ഒരു ഹോബി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ പോലും ഓഫീസർക്ക് അതൊരു സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതായി തോന്നിയാൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കാം. US-ലെ H-1B വിസ നിയമപ്രകാരം അനുവദിക്കപ്പെട്ട തൊഴിലുടമയ്ക്ക് കീഴിലല്ലാതെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾ പണം വാങ്ങില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഒരു ഹോബിയായി ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതിന്റെ പോസ്റ്റുകൾ നിങ്ങളെ കുടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്താണ് ജോലി, എന്താണ് ഹോബി എന്ന് നിയമത്തിൽ എഴുതിയിട്ടില്ലയോ എന്ന്. എന്നാൽ എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് അനധികൃത ജോലിയെന്നോ തൊഴിലുടമയുടെ കീഴിൽ ചെയ്യുന്ന ജോലിയെന്നോ നിയമത്തിൽ കൃത്യമായി നിർവചിച്ചിട്ടില്ല എന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വെറുതെ ഓടുന്ന വീഡിയോകൾ പങ്കുവെക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ അതേ വീഡിയോയിൽ മറ്റുള്ളവർക്ക് കോച്ചിങ് നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടാൽ അത് പ്രശ്നമാകും. ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായാലും പ്രശ്നമാകുമെന്നാണ് അഭിഭാഷകയായ എമിലി പറയുന്നത്. അതുപോലെ വീട്ടിൽ നോർമലായി പാചകം ചെയ്യുന്ന വീഡിയോകൾ പങ്കുവെക്കുന്നതും ഒരു പ്രൊഫഷണൽ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുന്നത് കാണിക്കുന്ന വീഡിയോയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നൽകുന്ന ക്യാപ്ഷനുകൾ, ഉപയോഗിക്കുന്ന ഹാഷ്ടാഗുകൾ, വീഡിയോകൾ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു എന്നതാണ് അഭിഭാഷകർ പറയുന്നത്. H-1B വിസയിൽ US-ൽ കഴിയുന്നവരോ അല്ലെങ്കിൽ പുതിയ വിസയ്ക്കായി അപേക്ഷിക്കുന്നവരോ ആണെങ്കിൽ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അഭിഭാഷകർ പറയുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പബ്ലിക് ആണെങ്കിൽ അവയിൽ പങ്കുവെക്കുന്ന ഉള്ളടക്കം നിങ്ങളുടെ തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് ഉറപ്പുവരുത്തുക. അധിക വരുമാനത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ഫ്രീലാൻസ് ജോലികളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന തരത്തിലുള്ള ക്യാപ്ഷനുകൾ ഒഴിവാക്കുക. വിസയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ ലോകത്തെ നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധയോടെ വേണമെന്നാണ് അഭിഭാഷകർ ഓർമ്മിപ്പിക്കുന്നത്.